നമ്മൾ പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ കേട്ടത് സ്പിരിച്വൽ ബോഡി എന്നുള്ളൊരു വിഷയമല്ലേ നമ്മൾ ഇന്നലെ കേട്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ സ്പിരിച്വൽ ബോഡിയെ ഇല്ലാതാക്കി നമ്മളെ ഭൗതികരാക്കി മാറ്റുന്ന ഒരു രീതി ഉണ്ട്. അത് നിങ്ങളെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ട് ചിലവർക്ക് ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്, ചിലവരെ വൈബ്രേഷൻ ചെയ്യിപ്പിക്കും. എന്തിനെന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വൽ ബോഡിയെ കെട്ടിയിട്ടിട്ട് ഇരിക്കുന്ന സ്പിരിറ്റിനെ റിമൂവ് ചെയ്യുന്നതാണ്, അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് അതിനെ ഇങ്ങനെ അഴിച്ചു വിടുമ്പോഴത്തേക്ക് നിങ്ങൾ പമ്പരം പോലെ കറങ്ങിയടിച്ച് വീഴുന്നതിൻ്റെ കാരണം നിങ്ങളുടെ സ്പിരിച്വൽ ബോഡി ഉണർത്തുന്നതാണ് ദൈവം. ആ സമയത്ത് ഈ ബന്ധിച്ചിരിക്കുന്ന സ്പിരിറ്റ് നിങ്ങളെ തള്ളിയിട്ടിട്ട് പോകുന്നതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. യേശുക്രിസ്തു വന്നിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് അഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്പിരിച്വൽ ബോഡിയെ നമ്മളെ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ബന്ധിക്കുന്നത് ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ലൈഫ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്, എന്ന് വെച്ചാൽ കള്ളം പറയുന്ന ആത്മാവ് എന്ന് പറയും. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. നിങ്ങൾ വളരെ ടെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒന്ന് ആത്മീയ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് മൊത്തം. ഈ കള്ളം സാധാരണ നമ്മൾ പറയുന്നുണ്ട്, മനുഷ്യ സ്വഭാവത്തിൽ കള്ളം പറയുന്നതുണ്ട്. പക്ഷെ ഇതൊരു സ്പിരിറ്റ് വന്നിട്ട് കള്ളം പറയുന്ന രീതിയാണ്. ഈ സ്പിരിറ്റ് വന്ന് കള്ളം പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ പറയുന്നത് മുഴുവനും ഒരിക്കലും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായിരിക്കത്തില്ല, വ്യാജമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതാണ് ലൈ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ പ്രീച്ച് ചെയ്യുന്ന അയാൾ ലൈയെ പറയത്തുള്ളൂ, അയാൾ കള്ളമേ പറയത്തുള്ളൂ പ്രസംഗത്തിൽ. പിന്നെ അയാൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് കൊടുക്കേണ്ടത്, യേശു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അയാൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, യേശു അല്ല വലുത്, നമ്മളാണ് വലുതെന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഓർക്കുന്നില്ല ആരാ പറഞ്ഞെന്നുള്ളത്. യേശു അല്ല വലുത്, നമ്മളാണ്. കാരണം രോഗശാന്തി നമ്മളല്ലേ ചെയ്യുന്നത്, നമ്മളല്ലേ കെട്ടുകൾ അഴിക്കുന്നത്. അത് കാരണം യേശുവിനേക്കാൾ വലുത് നമ്മളാണ്. അത് ലൈയാണ്. അത് ഒരിക്കലും ശരിയല്ല. കാരണം നമ്മളല്ല ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിരുന്നു അല്ലേ? ഒരു ആത്മാവിൻ്റെ ഒരു കാര്യം വന്നിട്ട് നമ്മുടെ ബോഡി വന്ന് കയറിയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അത് ഞാനാണ് ചെയ്യുന്നത്, യേശുവാണ് ചെയ്യുന്നത്, യേശു ചെയ്യുന്നത്. അത് കഴിയുമ്പോഴാണ് നിങ്ങൾ രോഗശാന്തിയിലേക്ക് എത്തുന്നത്. യേശുവേ ആരാധന, യേശുവേ സ്തുതി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മറ്റ് ആൾക്കാരെ എന്ന് വെച്ചാൽ സ്പിരിച്വലി തന്നെ നമ്മൾ ഇപ്പോൾ ലീഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനക്കാരാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്, ഇങ്ങനെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് നിങ്ങൾ വിധി കൽപ്പിക്കും. അതാണ്. പക്ഷെ അത് ചിലപ്പോൾ ജെന്യുവൻ ആയിരിക്കത്തില്ല, സത്യമായിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ വളർന്ന സാഹചര്യം അനുസരിച്ചോ അല്ലെങ്കിൽ ലൈഫ് സ്പിരിറ്റ് പറഞ്ഞു തരുന്ന ബോധ്യം അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അപ്രകാരം ചെയ്യുന്നത്. അപ്പം അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ ലൈഫ് സ്പിരിറ്റ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് വെളിപ്പെടും. ഒന്ന്, നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കെതിരെ നമ്മൾ വ്യാജം പറയും. രണ്ടാമത്, നമ്മൾ സ്വയം മഹത്വം നമ്മളെടുക്കും. ഞാൻ വലിയ വിദ്യാഭ്യാസമുണ്ട്, ഇതാണെന്ന് നമുക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ വായിന്ന് വേണം നിൽക്കുക, ഇനി ചിലപ്പോൾ മുറിപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഏതൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കൊരിക്കലും പ്രാർത്ഥനാവരം കാണത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരിരുന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോഴും നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഡൗൺ ആവും. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ചിന്തയിലേക്ക് പോകും. ഞങ്ങളൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ ഏകാന്തമായി മലമുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ലൈഫ് സ്പിരിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം നമുക്കൊന്ന് എടുക്കാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചേ. നമുക്ക് ലൈഫ് സ്പിരിറ്റ് പഠിക്കണമെങ്കിൽ, അതായത് നമ്മുടെ ബോഡിയുടെ ആത്മീയത ഇല്ലാതാക്കുന്ന ബന്ധനങ്ങൾ ഏതാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മ അഭിഷേകം, ഒരു ആത്മീയ അഭിഷേകം ഇല്ലാതാക്കി കളയുന്ന കെട്ടുകളേതാ? ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി എന്താണ് ജോൺ 8:44 എന്താ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് എന്ന് ജൂതന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ യേശുക്രിസ്തു പറയുന്ന കമന്റ് ഒരിക്കലും
ഒരു റിലീജിയനോടല്ല, ഒരു വ്യക്തികളോടല്ല, മറിച്ച് അത് സാർവത്രികമാണ്. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. യേശുവിൻ്റെ വചനങ്ങൾ സാർവത്രികമാണ്. ഒരു ഗ്രൂപ്പിനോടോ ഒരു മതത്തിനോടോ മാത്രം പറയുന്നതല്ല, അത് സാർവത്രികമാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോളുക. പറഞ്ഞോളുക. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി കേട്ടോണേ, അടുത്ത അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. ഇനിത്തെ വാക്ക് എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. ഈ വാക്കാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോ നിങ്ങൾക്ക് പിശാചിനെ കുറിച്ചുള്ള എല്ലാ മേഖലകളും ഇതിൽ പറയുന്നുണ്ട്. കള്ളം പറയുമ്പോൾ എങ്ങനെയാണ് കള്ളം പറയുന്നത്? സ്വന്തം സ്വഭാവം അവൻ ആരുടെയും കടമെടുക്കേണ്ട കാര്യമില്ല, അവനിൽ തന്നെ കള്ളമുണ്ട്. അവൻ എങ്ങനെയാണ് കള്ളം പറയുന്നത്? സ്വന്തം സ്വഭാവം അനുസരിച്ച്. എങ്ങനെയാണ് സ്വന്തം സ്വഭാവം? പിടികിട്ടുന്നുണ്ടോ? എന്താണ് സ്വന്തം സ്വഭാവം? എന്താണ് പിശാചിന്റെ കള്ളം പറയാൻ എടുക്കുന്ന സ്വഭാവം? ഏത്? എങ്ങനെയാണ്? എടി, അവിടുത്തെ വീട്ടിലെ അവൾ ഒടിച്ചോടിപ്പോയത് നീ അറിഞ്ഞോ? ഇതാണോ പിശാചിൻ്റെ കള്ളം? ഒരിക്കലും ഇതൊന്നും പിശാച് പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ മനുഷ്യർ പറഞ്ഞോളും. പിശാച് ഇച്ചിരി കൂടിയതാ. പിന്നെന്താണ് പിശാച് പറയുന്നത്? സ്വന്തം സ്വഭാവം അനുസരിച്ചിട്ടുള്ള എടി, ഇന്നാണൊക്കെ ആ പ്രാർത്ഥനക്കാരിയല്ലേ ഓടി, അതൊന്നും ശരിയല്ലടി, അത് ഇന്നാണൊക്കെ കാണിച്ചു. ഇതൊക്കെ മനുഷ്യൻ ഇപ്പം ചെയ്യുന്നത്. പിശാച് ഇതിനേക്കാളൊക്കെ കൂടിയ കാര്യങ്ങളാണ് പറയുന്നത്. പിശാചിൻ്റെ സ്വന്തം സ്വഭാവമുള്ള കള്ളം ഏത്? ആർക്കെങ്കിലും പിടികിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വചനം പഴയ നിയമത്തിൽ നിന്ന് എടുത്താലും നിങ്ങൾക്ക് കിട്ടും. ഹാദോ അവയുടെ പറഞ്ഞോ. അതെൻ്റെ അകത്ത് എന്താ സ്വന്തം സ്വഭാവം? എന്തോ അവരെ കളിപ്പിച്ചു. എന്താണ്? ഏകദേശം ഉണ്ടോ? കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടോ? ഫ്രണ്ട് ഇരിക്കുന്ന യൂത്ത് പെമ്പിള്ളേരിരുന്ന് പറയുന്നുണ്ടോ? കാരണം ഇവർക്ക് വചനം അറിയാം. ഹല്ലേലൂയ. കണ്ടോ? ഇനി ഇവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആദവും ഹവ്വയും വഞ്ചിക്കുന്ന സമയത്ത് ഈ സാത്താൻ കള്ളം ഉപയോഗിച്ചത് എങ്ങനെ? ദൈവത്തിൻ്റെ മാർഗം ഉപയോഗിച്ചാൽ കള്ളം ഉപയോഗിച്ചത്. ശരിയാണോ? നിങ്ങൾക്ക് അല്ലെന്ന് ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ? ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ, ദൈവം എന്ത് പറഞ്ഞോ, ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ, അതിൻ്റെ അകത്ത് ഡോക്ട്രിൻ കൊണ്ടുവന്നിട്ടാണ് കള്ളം ഉപയോഗിച്ചത്. അതിൻ്റെ അകത്ത് വലിയ തിയോളജി കൊണ്ടുവന്നിട്ടാണ് കള്ളം ഉപയോഗിച്ചത്. ഈ സ്പിരിറ്റാണ് പ്രാർത്ഥനക്കാരിൽ കയറുന്നത്. ഇതാർക്കും അറിയില്ല. അത് ഈ സ്പിരിറ്റാണ് കയറുന്നത്. വളരെ ശ്രദ്ധിക്കുക. ദൈവം എന്തൊക്കെ ആഗ്രഹിച്ചോ, എന്തൊക്കെ പഠിപ്പിച്ചോ, എന്തൊക്കെ പറഞ്ഞോ, അതിനെ കുറച്ചും കൂടെ കൂട്ടി കള്ളം ഉപയോഗിച്ച് ജനങ്ങളെ പഠിപ്പിക്കും. അതാണ്, ജനങ്ങളത് വീഴുകയും ചെയ്യും. അവിടെയാണ് സാത്താൻ ക്ലെയിം ചെയ്ത് പല കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവേ ആരാധന. അതുകൊണ്ടാണ് അവൻ കള്ളം പറഞ്ഞ് അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ മഹത്വം എടുക്കാൻ ശ്രമിക്കുകയാണ്. കള്ളം പറഞ്ഞ് അവൻ തന്നെ മഹത്വം എടുക്കുകയാണ്. യേശുവേ ആരാധന. ഇങ്ങനെ ഒരു വ്യക്തിയിൽ ഇദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയതായിട്ടുള്ളവർ ബന്ധനമോചന ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്. മൊത്തവും പിശാച് എങ്ങനെ വരും, ബന്ധനം എങ്ങനെ ഉണ്ടാവും, ഏത് രീതിയിലൂടെയാണ് ബന്ധനം വരുന്നത്, ഇൻഫർസേഷൻ ബോണ്ടേജ് എന്താ, ക്ലൈം എന്താ, സബ്ജുക്കേഷൻ ബോണ്ടേജ് എന്താ, പൊസഷൻ ബോണ്ടേജ് എന്താ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ നിങ്ങൾ അറിയാനുണ്ട്. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴാണ് ആക്ച്വലി നിങ്ങൾ ഫ്രീ ആകുന്നത്. ഹല്ലേലൂയ. ശരി. ഇങ്ങനെയുള്ളത് നമ്മളെ എന്തിലേക്ക് നയിക്കാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ അൺബിലീവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ, ഒരു കുടുംബത്തെ വാർത്തെടുക്കുക എന്നത് സാത്താൻ തൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന തൻ്റെ ദൂതന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇത്ര വർഷത്തിനകത്ത് വെച്ച് ഇത്ര പേരെ നീ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് സാത്താൻ കൽപ്പന കൊടുത്തിരിക്കുകയാണ്. ഒരിക്കൽ എൻ്റെ അടുത്ത് യേശു ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ വഴിയായിട്ടാലും അനൗൺസ്മെൻറ്റ് ചെയ്യണം. 2019 ഇന്ന ഡേറ്റ് മുതൽ സാത്താൻ ഇറങ്ങിയിരിക്കുകയാണ്. കംപ്ലീറ്റ് ആൾക്കാരുടെ മേലും
ഇറങ്ങി വന്ന് വിശ്വാസത്തെ എടുത്താൽ, ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു സഭയിൽ പ്രശ്നം വരും ഇങ്ങനെ. അത് യേശു എന്നോട് പറഞ്ഞിട്ട് ഞാൻ അതുപോലെ പറഞ്ഞതാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് തന്നെ അതിന് പല അടയാളങ്ങൾ ചോദിച്ചു. ആ അടയാളങ്ങളെല്ലാം കറക്റ്റായിരുന്നു. സാത്താനെ ഇറക്കി വിട്ടിരിക്കുകയാണ് 2019 മുതൽ പല കുടുംബങ്ങളിലും. അതുകൊണ്ടാണ് ഞങ്ങൾ ഡെലിവറൻസ് ചെയ്യുന്നത്. സാത്താൻ അവൻ സ്ട്രോങ് ആകുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ ഡബിളായിക്കൊണ്ട് ജനങ്ങളെ രക്ഷിക്കുവാൻ, ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ജനങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ഇതാണ്. അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2019 മുതൽ പുതിയ വ്യൂഹത്തെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, പുതിയ വ്യൂഹത്തെ ഇറക്കിയിരിക്കുകയാണ്. നിങ്ങളെ ആ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് പലരുടെ വിശ്വാസവും ഇല്ലാതാക്കി കളയുക, പലവരെയും രോഗികളാക്കുക. മാറാത്ത രോഗം, ആശുപത്രി ചെന്നാൽ ഈ രോഗം കണ്ടുപിടിക്കത്തില്ല, പക്ഷേ നമ്മൾ രോഗമാണ്. മറ്റുള്ളവർ വരും സൈക്കോളജിയാണെന്ന് പറയും, പക്ഷെ അല്ല. നമുക്ക് ഇന്നാളെ ഒരു ലേഡി വന്നിട്ട് പറയാണ് ദേഹം മൊത്തം വേദനയാണ്. ആശുപത്രി ചെല്ലുമ്പോൾ അവർ വിറ്റാമിൻ്റെ മരുന്നൊക്കെ എടുത്തു കൊടുക്കും, പക്ഷേ ഇവിടെ വേദനയൊട്ടും മാറത്തില്ല. അവസാനം ദൈവത്തിൻ്റെ ആത്മാവ് ആ പിശാചിനെ പുറത്താക്കിയതിന് ശേഷമാണ് വേദന മാറിയത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഒരു മനുഷ്യൻ കണ്ണ് 10 പേരുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ESI വെച്ചായിരുന്നു. ESI ഹോസ്പിറ്റലിൽ വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാവരുടെയും കണ്ണ് കെട്ടഴിച്ചു. ഈ 10 പേരുടെ ഓപ്പറേഷൻ നടന്നെന്ന് വിചാരിച്ചു. അതിൽ 9 പേരുടെ കണ്ണും തിരിച്ച് കാഴ്ച കിട്ടി, ഒരാടെ മാത്രം കിട്ടിയില്ല. കിട്ടാതിരുന്നു. അയാൾക്ക് ആകെ സങ്കടമായി. 2 കണ്ണും ബ്ലാങ്ക് ആയിപ്പോയി, ഒട്ടുമില്ല. പക്ഷേ അത് ആരൊക്കെയോ പറഞ്ഞു, നിങ്ങൾ വന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ ധ്യാനം കൂടിയ സമയത്ത് ഇതുപോലെ അന്ന് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡെലിവറൻസ് ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നു. ഇദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് വന്നു. യേശുക്രിസ്തു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റിനെ ബഹിഷ്കരിച്ചു. അദ്ദേഹം കിടന്ന് അവിടെ എല്ലാം കറങ്ങി ഇലക്ട്രിക് ഷോക്ക് പോലെ ഒരു സാധനം ശരീരത്ത് കയറി കടന്ന് പിടച്ചു, തറയിൽ വീണു. അത് കഴിഞ്ഞു എഴുന്നേറ്റു, കണ്ണിന് 2 കാഴ്ച കിട്ടി. ലൈവ് വീഡിയോ ഉണ്ട് ഇങ്ങനെ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ വിശ്വാസമാകും അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ നിങ്ങൾ കണ്ടത് കാരണം ഇതൊന്നുമല്ല ഇവിടെ ഇതല്ല നടക്കുന്നത്. യേശുക്രിസ്തു ചെയ്യുന്ന ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ അവിശ്വാസിയാക്കുന്ന ഒരു സ്പിരിറ്റ് നിങ്ങളുടെ മേൽ കയറാൻ ഇവർ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ലൈഫ് സ്പിരിറ്റിനെ ആദ്യം അയക്കുക. അതൊരു ചെറിയ ഒരു ദൂതനാണ്, വലിയ ശക്തിയൊന്നും ഇല്ലാത്തതാണ്. അതിനെ അയക്കും. ഈ ലൈഫ് സ്പിരിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് കർത്താവിൻ്റെ നാമത്തിൽ അടി കൊടുത്തു കഴിഞ്ഞാൽ തലയ്ക്കൊരെണ്ണം കൊടുത്താൽ മതി, അതങ്ങ് പൊയ്ക്കോളും. പക്ഷേ അവനേക്കാളും വലുതുണ്ട്. വലുതിനെ വരുമ്പോഴാണ് നമ്മൾ കറക്കി അടിച്ചൊക്കെ കളയിപ്പിക്കേണ്ട ശുശ്രൂഷ അന്നേരമാണ് ചെയ്യുന്നത്. ഇത് കണ്ടോണം. ഈ ലൈഫ് സ്പിരിറ്റ് കയറിയിട്ട് നമ്മൾ നോക്കുമ്പം ഇവരുടെ എൻ്റെ ഈ സ്റ്റേജും എൻ്റെ വീട്ടിലെ ജീവിതവും 2ആയിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഈ സ്റ്റേജ് മൈക്കെടുത്തിട്ടുള്ള എൻ്റെ ഈ നിപ്പും എൻ്റെ ബാക്കി വീട്ടിലുള്ള എൻ്റെ ജീവിതവും ഒന്നായിരിക്കത്തില്ല. എന്തായിരിക്കും? 2ആയിരിക്കും. അപ്പം നയിക്കുന്നത് ഏതാ? അല്ല, മനസ്സിലാകുന്നുണ്ടോ? ആയിരിക്കും. പക്ഷെ നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലവർ ബലഹീനരായിട്ടുള്ളവരുണ്ട്, ചിലവർ ദേഷ്യപ്പെടുന്നവരുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ആത്മീയരേ അല്ല. എന്നൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്പിരിറ്റാണ്. അതാണ് ഈ ലൈഫ് സ്പിരിറ്റ് കാരണം പുതിയ തലമുറ എന്ന് വെച്ചാൽ യൂത്ത് പിള്ളേർ. ഈ യൂത്ത് എപ്പോഴും നോക്കുന്നത് ആരെയായിരിക്കും? നിങ്ങൾ പറ, ആരെയായിരിക്കും യൂത്ത് നോക്കുന്നത്? അവരാരെയായിരിക്കും? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെയോ? യൂത്ത് പിള്ളേർ ആരെയായിരിക്കും നോക്കുന്നത്? യൂത്ത് പിള്ളേർ എപ്പോഴും ലീഡേഴ്സിനെയാണ് നോക്കുന്നത്. ആണോ? ശരിയാണോ? അവരുടെ ജീവിതം, അവരുടെ പ്രാർത്ഥന, അവരുടെ പോക്ക്, അവരുടെ വരവ്, ഇതല്ലേ അവരെപ്പോഴും അവരെ നോക്കുന്നത്. ലീഡേഴ്സായ ഞങ്ങളെയാണ് നോക്കുന്നത്. ഈ നമ്മുടെ ലൈഫാണ് ഇവരുടെ മാനസാന്തരം. ഇത് സാത്താൻ ചെയ്യാൻ അനുവദിക്കത്തില്ല. കാരണം ലൈഫ് സ്പിരിറ്റാണ്. യേശുവേ ആരാധന. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഈ അൺബിലീവേഴ്സിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആദ്യമേ ലൈഫ് സ്പിരിറ്റ് ചെറിയൊരു ദൂതൻ കയറിയിട്ട് അവൻ്റെ വലുത് ആണ് നമ്മളെ അവിശ്വാസിയാക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അവൻ 2ാമത് വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തലയ്ക്കൊക്കെ പിടിക്കാനായിട്ട് കേൾക്കുമ്പോൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ സ്പിരിറ്റുള്ള ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം, വരവുള്ളവർക്കറിയാം
ഇത് ആ സ്പിരിറ്റാണെന്നറിയാം. ഈ സ്പിരിറ്റിന് നിങ്ങൾക്ക് ഒരു പ്രത്യേകത, ഇന്നലെ ഛർദ്ദിക്കാൻ വന്നവരൊക്കെ ഇല്ലേ, വന്നില്ലയോ? ഈ വന്നവരെല്ലാം ഈ അൺബിലീവേഴ്സ് സ്പിരിറ്റ് ജസ്റ്റ് കയറിയവരാണ്. ഇത് ഔട്ടായി പോകുന്നത് വൊമിറ്റ് ചെയ്ത് പോകും, ഛർദ്ദിക്കും. അതേപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോത്തില്ലേ, ക്രിസ്തുവിൽ നിന്ന് വഴിമാറിപ്പോത്, അവർ ഡെലിവർ ആയാലും അവരും ഛർദ്ദിക്കും. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു വചനം എടുത്തോ. ഞാൻ ഈ അവിശ്വാസിയാക്കാൻ നോക്കുന്ന സ്പിരിറ്റുകളെ കുറിച്ച് പഠിപ്പിച്ചു തരാം. അത് ഒന്ന് എഴുതാമെങ്കിൽ എഴുതിക്കോ. ഒന്നാമത്തെ പേര് ദേശാധിപതി എന്ന് പറയും. അതായത് നമുക്ക് ഈ ദേശത്ത് വരുമ്പോൾ ഈ ദേശത്ത് ഒരു സ്പിരിറ്റ് ഉണ്ട്, UP ചെല്ലുമ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ടാവും, ഡൽഹി ചെല്ലുമ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. ഓരോ ദേശത്തിനും ഓരോ സ്പിരിറ്റുകളുണ്ട്. അവരാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് വരുന്ന മൃഗം എന്ന് വെളിപാട് പുസ്തകം 13 അധ്യായത്തിൽ പറയുന്നു. അത് കൾച്ചറാണ്. നമ്മുടെ കൾച്ചറിനെയാണ്. ആ കൾച്ചറിൻ്റെ അകത്ത് അപ്പോസ്തലിക വിപരീതമായ കൾച്ചറുണ്ട്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ ഈ സ്പിരിറ്റ് നമ്മളോട് നിർബന്ധിക്കും. മൂന്നാമത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആണ്. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി. നിങ്ങൾക്ക് ഇത് നല്ല പോലെ അറിയാവുന്ന ഒരു വചനമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കാമോ? ഈ വചനം ഒന്ന് വായിക്കാമോ? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ദേശാധിപതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ദേശാധിപതിയാണ് ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറയുന്നത്. കണ്ടോ? അവരുടെ മനസ്സിനെ എന്താക്കി മാറ്റിയിരിക്കുവാണ്? അവരുടെ മനസ്സിനെ അങ്ങ് അന്ധമാക്കിയിരിക്കുവാണ്. അവരുടെ മനസ്സിനെ വിശ്വാസത്തിലേക്ക് വരാൻ സമ്മതിക്കാത്ത രീതിയിൽ ആ മനസ്സിനെ കെട്ടി ഈ ലോകത്തിന്റെ ദേവൻ വന്ന്. അപ്പൊ ഈ ലോകത്തിന്റെ ദേവൻ നിശ്ചയിക്കും ക്രിസ്ത്യാനി എങ്ങനെ പോകണം. ഈ ലോകത്തിന്റെ ദേവൻ നിശ്ചയിക്കും ക്രിസ്ത്യാനിയുടെ ഭക്തി എങ്ങനെ പോകണം. അവൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അതിലേക്ക് പോകും. നിങ്ങൾ ഒരിക്കലും യേശുവിലേക്ക് വരത്തില്ല. നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കും യേശു ആരാധന. ഒരിക്കൽ കൂടി വായിക്കാമോ? ആ വചനം വായിക്കുമ്പോഴെങ്കിലും ആ കെട്ടഴിയട്ടെ. വചനം വായിക്കുമ്പോഴെങ്കിലും കെട്ടഴിയട്ടെ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കുക എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ടിരിക്കുക. കാരണം ഇവർക്ക് ഒരിക്കലും യേശുവിലേക്ക് വരാൻ അനുവദിക്കാത്ത രീതിയിൽ. അടുത്തത് വായിക്കുമ്പം തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഒരിക്കലും സുവിശേഷത്തിലേക്ക് വരികയില്ല. ഒരിക്കലും വചനം കേൾക്കാനിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവരാകെ ഒരു വല്ലാത്ത രീതിയാണ്. എനിക്ക് വചനം കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറയും. വചനം മാത്രം. നിങ്ങൾ കണ്ടോ, വചനം നിർത്താൻ ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നലെ നിങ്ങൾ എത്ര മണിക്കൂറാണ് വചനം കേട്ടിരുന്നതെന്ന് പറയും. ഇന്നലെ വന്നവർ അല്ലേ? കറക്റ്റ് ഇന്നലെ 3:30 4 മണിക്കൂർ ഒരു ഇരിപ്പ് നിങ്ങൾ ഇന്നലെ ഇരുന്നു. നിങ്ങൾ എങ്ങനെ ഇരുന്നു? ഞാൻ നിർത്തട്ടെ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നിർത്തണ്ട, മുന്നോട്ട് പോകാൻ പറഞ്ഞില്ലേ? എങ്ങനെ ഇരുന്നു? ഈ ലോകത്തിന്റെ ദേവൻ കെട്ടിയ മനസ്സിനെ യേശു ക്രിസ്തു എടുത്ത് മാറ്റി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് വചനത്തോട് താല്പര്യമായി. വചനത്തിൽ യേശു ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെന്നറിയോ? സുവിശേഷത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടത്തില്ല. വേറെ എന്ത് കിട്ടിയാലും സുവിശേഷത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് വേറെ പ്രാർത്ഥന, കൊന്ത, ഇതെല്ലാം നമുക്ക് കൗമ, നൊവേന, നേർച്ച കാഴ്ചകൾ, പദയാത്ര, ഇതൊക്കെ നമുക്ക് പറ്റും. പക്ഷെ സുവിശേഷം മാത്രം നമുക്ക് പറ്റത്തില്ല. കെട്ടിയിട്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള കെട്ടിയ ആൾക്ക് സ്പിരിച്വൽ ബോഡി ജനിക്കത്തില്ല, ബോണഗേനാവത്തില്ല. ആകെ സ്പിരിച്വൽ ബോഡി ഇനിയിപ്പോൾ ഞാൻ പറയാം, ഒരാളെ ദൈവം, ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ചിലവരുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് എടുക്കും, കർത്താവേ ഈ വ്യക്തിയെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് എടുക്കാൻ പറയും. പരിശുദ്ധാത്മാ പറയും, എടാ സാത്താൻ ഈ കുടുംബത്തെ നോക്കി ചലഞ്ച് ചെയ്തിരിക്കുക. എന്താണ് കർത്താവ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ കുടുംബത്തിൽ നിന്ന് ഒരു സുവിശേഷകനെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കെട്ടിയിട്ടിരിക്കുന്ന ഈ ബന്ധനം അഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ കണ്ടില്ലേ ചിലവർ സുവിശേഷമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സുവിശേഷ വേലയിൽ നിൽക്കാൻ പറ്റത്തില്ല, അവർ തറയിൽ പോകും. കാരണം സാത്താൻ കെട്ടിയിരിക്കുക, ചലഞ്ച് ചെയ്തിരിക്കുക. ഈ ചലഞ്ച് പൊട്ടിക്കണമെങ്കിൽ ഈ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുണ്ടല്ലോ അതഴിക്കണം. ഹല്ലേലൂയ. അതഴിക്കണമെന്നത് എങ്ങനെയാണ്? സുവിശേഷത്തിലേക്ക് ഹാർട്ട് തുറക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇരുട്ടിൻ്റെ ആത്മാവിനെ മനസ്സിൽ നിന്ന് മാറ്റണം. അതിന് യേശുക്രിസ്തു അല്ലാതെ സാധിക്കത്തില്ല. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ എന്നും നിങ്ങളുടെ നാവ് പറയണം, യേശുവാണ് ഏക രക്ഷകൻ, എന്റെ ജീവിതത്തിന് വിടുതൽ തരുന്നവൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് നിന്റെ നാവ് ആത്മാർത്ഥമായി പറയാൻ തുടങ്ങുന്നു, അന്ന് ഇരുട്ടിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ നിന്ന് മാറും. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർക്ക് യേശുവിനെ സ്തുതിക്കാൻ പറ്റുന്നു? യേശുവിനെ സ്തുതിക്കുവാൻ എത്ര പേര്? ആമേൻ. സ്തുതിക്കുന്നു കർത്താവിൽ പ്രിയരെ. ഇതിൻ്റെ അകത്ത് നമ്മുടെ വിശ്വാസം കളയിപ്പിക്കണമെന്ന് പിശാചിന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ സാത്താൻ ഈ കാലങ്ങളിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാത്താൻ സത്യസുവിശേഷകരെക്ക് ബദലായി എന്ന് പറഞ്ഞാൽ, സത്യസുവിശേഷകരുണ്ട്, എല്ലാ സുവിശേഷകരും ബലഹീനരാണ്. ഞാനത് ആരും അമാനുഷിക ശക്തിയിലൊന്നും ആർക്കും ചിലവർക്ക് സങ്കടം കൂടുതലാണ്, ചിലവർക്ക് ദേഷ്യം കൂടുതലാണ്, ചിലവർക്ക് പിണക്കം കൂടുതലാണ്, ചിലവർക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ സുവിശേഷകരെല്ലാം ഒരു സൈഡിൽ അവർ വീക്കായിരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ ഡോക്ടറിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രബോധനം, അവരുടെ പഠനങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അവർ നിൽക്കുന്നത്, ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നത് കൃപയാലാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ സ്റ്റേജിലൊന്നും കയറാനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ രോഗശാന്തിയുള്ള യോഗ്യതയില്ല, കൃപയാലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, സത്യസുവിശേഷകർ, പക്ഷെ അവർ പ്രസംഗിക്കുന്നത് സത്യമായിരിക്കും, അവർ പ്രീച്ച് ചെയ്യുന്നത് കറക്റ്റായിരിക്കും, അവരുടെ ജീവിതം കറക്റ്റായിരിക്കും. വളരെ ശ്രദ്ധിക്കുക. ഇതിന് ബദലായി ഒരു 5 സത്യസുവിശേഷകർ ഇറങ്ങിയാൽ 50 വ്യാജ സുവിശേഷകരെ സാത്താൻ ഇറക്കും. നമുക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? 5 എണ്ണത്തിന് 10 മടങ്ങ് വെച്ച് സാത്താൻ അവർക്ക് ഓർഡർ കൊടുത്ത് ഇറങ്ങാൻ പറയും. അതാണ് വ്യാജ സുവിശേഷകരെ ഇറക്കും. എന്നിട്ട് ഈ വ്യാജ സുവിശേഷകരെ കൊണ്ട് ഭാഷാപരങ്ങൾ, എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിപ്പിച്ച് അത് ഈ സുവിശേഷ മേഖലയെ അവഹേളനമാക്കി മാറ്റും. അപ്പോൾ സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നോക്കിയിട്ട്, ഓ എന്ത് വൃത്തികെട്ടവന്മാർ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ, ഇങ്ങനെ പറയിപ്പിക്കുന്ന തലം ഒരുക്കുന്നത് ഈ അന്ധകാര ശക്തിയാണ്. വ്യാജ സുവിശേഷകരെ ഇറക്കും. കാരണം അവർ ക്വാളിഫൈഡ് ആയിരിക്കത്തില്ല, അവർക്ക് ജീസസുമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കുറവാണ്. അവർക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ബൈബിൾ നോക്കി മനസ്സിലാക്കി പ്രീച്ച് ചെയ്യാനുള്ള കഴിവാണ്. പക്ഷേ അവരിൽ ഈ ഇത് കാണത്തില്ല, എന്ന് പറഞ്ഞാൽ അനുഭവം കാണത്തില്ല ജീസസുമായിട്ടുള്ള. പക്ഷെ നല്ല സുവിശേഷകർ എല്ലായിടവും ഉണ്ട്. ആ സഭയിലും നല്ല സുവിശേഷകർ ഉണ്ടെന്ന് ഈ സമയത്ത് ഓർക്കണം. അതിൽ 5 പേര് നല്ലതിറങ്ങുമ്പോൾ അവരെയും കൂടി നശിപ്പിക്കാൻ എത്ര പേരെ ഇറക്കും? 50 പേരെ ഇറക്കും. ഹല്ലേലൂയ. ഒരു പ്രയർ ഗ്രൂപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നോക്കണേ, നിങ്ങളിൽ 3 പേര് നല്ലതാണെങ്കിൽ ബാക്കി 15 പേര് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് അവരുടെ വ്യാജത്തെ പുറത്തു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഇത് സാത്താൻ ഇറക്കിയതാണെന്ന്. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ വളർന്ന തലമുറ പറയും എല്ലാം കള്ളന്മാർ, എല്ലാം എല്ലാം മോശം, ഇങ്ങനെ പറയാൻ അവരെ കൊണ്ടിടയാക്കും. അതാണ് എൻ്റെ കാര്യം. അവിടെയാണ് സാത്താൻ ജയിക്കുന്നത്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇപ്പോൾ വചനം, പ്രസംഗം, ധ്യാനം ഈ കർത്താവ് അയക്കുന്ന സുവിശേഷകർ നടത്തുന്നത് പോലെ സാത്താൻ പ്രേരിപ്പിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ അവരും നടത്തും. അവരും പ്രസംഗം നടത്തും,
അവരും ഈ പറയുന്ന കണക്കുള്ള എല്ലാ കാര്യങ്ങളും നടത്തും. ഇപ്പം നമ്മൾ നല്ലതാണോ പന്നലാണോ സാത്താൻ ഇറക്കിയതാണോ ദൈവം ഇറക്കിയതാണോ ഇതൊക്കെ നമുക്ക് പോലും നമ്മളെ തിരിച്ചറിയാൻ അറിയത്തില്ല. ആരാണ് നല്ലത് ആരാണ് കറക്റ്റ് എന്ന് വിധിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അല്ലെ നമ്മൾ നല്ലതും അവർ പന്നലും എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ ഉൾപ്പെടെ ഇത് ദൈവത്തിൻ്റെ ഗ്രൂപ്പാണോ ഇത് ദൈവ നിശ്ചയമുള്ള ഗ്രൂപ്പാണോ എന്ന് വിധിക്കേണ്ടത് ദൈവമാണ്, നമ്മൾ പോലുമല്ല. 2 കൊരിന്തോസ് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ എടുക്കാവോ? 2 കൊരിന്തോസ് എല്ലാവരും എടുത്തൊന്ന് വായിക്കാമോ? അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പോസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും ഉണ്ടോ? ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി വ്യാജ വേഷം ധരിച്ചവരുമാണ്. ഉണ്ടോ? ഇത് അവസാന കാലത്ത് വരുന്നവരാ. ഒന്ന്, ഇവർ അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ ലീഡറാണെന്നുള്ള അർത്ഥം. ഒന്ന്, ഇവർ ക്രിസ്തുവിന്റെ പേരിലാണ് ധ്യാനം നടത്തുന്നത്, ക്രിസ്തുവിന്റെ പേരിലാണ് പ്രയർ ഗ്രൂപ്പ് നടത്തുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക അവർ വ്യാജന്മാരാണ്, ദൈവം അയച്ചതല്ല. കണ്ടോ? സൂക്ഷിക്കണം. കണ്ടോ? നമ്മളെ തന്നെ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അവരെ ദൈവം അയച്ചതല്ല, അവരൊരിക്കലും ദൈവത്തിൻ്റെതല്ല, അവര് വ്യാജമാണ്, സാത്താനാണ് അവരെ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ആ സുവിശേഷകരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നറിയോ? ഒരിക്കലും യേശുവിലേക്ക് അടുപ്പിക്കത്തില്ല. ഇങ്ങനെയാണ് തിരിച്ചറിയാനുള്ള വഴി. ഒന്നെങ്കിൽ യേശുവിന് താഴെയുള്ള ഏതെങ്കിലും വിശുദ്ധരോട്, അല്ലെങ്കിൽ ഏതെങ്കിലും കുരിശിനോട്, അല്ലെങ്കിൽ ആ പ്രസംഗികനോട് അടുപ്പിക്കും. 2 കൊരിന്തോസ് 11-13 അല്ലേ നമ്മൾ വായിച്ചത്? ഒന്നും കൂടെ വായിക്കാം നമുക്കിന്ന്. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പോസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുമായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. ആ പോയിന്റ് ശ്രദ്ധിച്ചോ? അവന്റെ ശുശ്രൂഷകർ ആരുടെയാണ്? പിശാചിന്റെ ശുശ്രൂഷകർ. അവര് വന്നിട്ട് ഏത് ശുശ്രൂഷകരായി മാറും? നീതിയുടെ ഒരു എന്തും കാണിക്കും. ബന്ധനമോചന ശുശ്രൂഷ, എന്തും രോഗശാന്തി ശുശ്രൂഷ, എന്തും അവർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പേടിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നയിക്കുന്നത് ആരിലൂടെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അവരും അങ്ങനെ ചെയ്യും. ഇനിയത്തെ പോയിന്റ് വായിച്ചോ? ഇന്നത്തെ പോയിന്റ് വായിക്കണേ. ഇപ്പം വായിച്ച പോയിന്റ് പ്ലീസ് എല്ലാവരും ഒന്ന് വായിച്ചേ. മൊബൈലിൽ ബൈബിൾ ഉണ്ടെങ്കിൽ മൊബൈലിലെ ബൈബിൾ എടുത്തിട്ട് അതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും എടുത്തിട്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. എന്നാലും ശരി, നിങ്ങൾ ബൈബിൾ വായിക്കണം. ശരി, വായിച്ച സംഭവം ഉറക്കെ ഒന്ന് വായിക്കാമോ? അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിൽ എന്തത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി അവരുടെ അവസാനം. ഹല്ലേലൂയ. ഇവിടെ പറയുവാണ്, അധികം നാളത് മുന്നോട്ട് പോയി ഞാൻ സമ്മതിക്കത്തില്ല, അത് ചിന്ന ഭിന്നമായി പോകും. സകലത്ത് തീരും. എത്ര ഗ്രൂപ്പ്, എത്ര ബ്രദർമാർ തീർന്നെന്നറിയാം. എത്ര എനിക്ക് ഒരുപാട് ബ്രദർമാരെ അറിയാം. ജ്വലിച്ച് നിന്ന ബ്രദർമാർ തറയിപ്പോയി. ജ്വലിച്ച് നിന്നത്. ചിലവരൊക്കെ കത്തി നിൽക്കുന്ന ബ്രദർമാരുണ്ടായിരുന്നു. ഞാനിവിടെ 2002, 2003 വരുമ്പോൾ ജ്വലിച്ച് നിൽക്കുന്നവരുണ്ടായിരുന്നു. എല്ലാം പോയി. ഒന്നുമില്ല. എവിടാന്ന് നോക്കിയാൽ ഇല്ല, അവർ കളഞ്ഞിട്ട് പോയി. അവർക്കൊക്കെ സ്ഥാനങ്ങളുള്ളപ്പോഴായിരുന്നു ഭക്തി. സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭക്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, സ്ഥാനത്തിലല്ല പരിശുദ്ധാത്മാവ്. ഇവിടെ ചങ്കിൽ വരണം, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്ന്. ആ ചങ്കിൽ വന്ന ഒരു നിപ്പ് നമ്മൾ നിൽക്കും. ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് എല്ലാവരും. എത്ര പേർ? അടുത്തത് നിങ്ങൾ എഴുതണം, ഭൂത ഉപദേശം. ഹല്ലേലൂയ. നമ്മൾ ഇതിൽ നിന്നൊന്ന്, ഈ എടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ തന്നെ പോയിരുന്ന് ധ്യാനിക്കണം. ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ സ്വീകരിച്ചാൽ മതി. എന്നെ ദൈവം ഏൽപ്പിച്ചത്
ഒരു കമ്മ്യൂണിറ്റി വഴിയൊന്നുമല്ല, എന്നെ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുവാണ്. ഇത് നിങ്ങളിവിടെ ഇരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും അങ്ങ് ഏറ്റെടുത്താൽ ഇത് നിങ്ങളുടെ ഈ തന്ന അനുഭവം, നിങ്ങളുടെ ഈ അറിവും വെച്ച് ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് നേടാൻ പറ്റും കേട്ടോ. ഇത് ചുമ്മാ ഡെയിലി റൊട്ടീനാണ്. ഇന്നലെ കണ്ടത് ഇന്നും, മെനഞ്ഞാന്ന് കണ്ടത് ഇന്നും. അവിടെ അതിനല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. നിങ്ങളുടെ പരിണാമം ദൈവം നോക്കിക്കോളും. നിങ്ങൾക്ക് വ്യാജവേഷത്തിന്റെ ആത്മാവ് വരുത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവന് വേണ്ടി ഇറങ്ങാമെന്ന തീരുമാനമെടുത്താൽ ഒരിക്കലും വ്യാജാത്മാവ് നിങ്ങളിൽ വരികയില്ല. ശക്തമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ എന്താണ് ഭൂത ഉപദേശം എന്ന് പറയുന്നത്? എന്താണ് ബൈബിളിൽ പറയുന്ന ഭൂത ഉപദേശം എന്ന് പറയുന്നത്? അത് ഡോക്ട്രിൻ ഓഫ് ഡെവിൾ എന്നാണ് അതിനെ നമ്മൾ കണക്കുകൂട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ കള്ള ഉപദേശം പറയുവല്ല, സാത്താന്റെ ഡോക്ട്രിൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കള്ള ഉപദേശം എന്നല്ല അതിനർത്ഥം. സാത്താന്റെ ഡോക്ട്രിനുണ്ട്, സാത്താൻ ഒരു ശാസ്ത്രമുണ്ട്, സാത്താൻ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു തത്വങ്ങളുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് വ്യാജ ഉപദേശം എന്നല്ല, ഭൂത ഉപദേശം എന്നതിനെ പറയുന്നത്. അത് ഭൂത ഉപദേശമാണത്. യേശുവേ ആരാധന. ഞാൻ നിങ്ങൾക്കത് ഇപ്പോൾ നമുക്കറിയാം, യഹോവ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടില്ലേ, യഹോവ സാത്താനാണ്, ഗോത്ര ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല പള്ളിയിലും അത് വിശ്വാസമായി. ഞാനൊരു ബിഷപ്പിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്, യഹോവ നമുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ കാരണം? അവസാന കാലത്ത് ഭൂത ഉപദേശവുമായി ജനങ്ങൾ രംഗത്തിറങ്ങും. എന്നിട്ട് അവർക്ക് ഡോക്ട്രിനുണ്ട്, വചനം വെച്ചാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. എത്ര പേരാണെന്നറിയോ? യഹോവ അല്ലാതെ യേശു പോലും യാഹ്വേ അംഗീകരിച്ചതാണ്. അബ്രാഹാമിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നുണ്ട് യേശു. പക്ഷേ ഈ അബ്രാഹാമിൻ്റെ ദൈവം പിശാചാണെന്ന് പറയുമ്പോൾ യേശു ആരായി? ഇതാരും മനസ്സിലാക്കുന്നില്ല. വളഞ്ഞ വഴിയിലൂടെ തിന്മയുടെ ഉപദേശം പഠിപ്പിക്കുവാണ്. ഈ കുട്ടികൾ കാണുന്നത് മൊത്തം സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ കാണുന്ന ഏതാണ്? തിന്മയുടെ ഉപദേശമാണ്. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ബന്ധനത്തിലാകുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഉണ്ടോ? നമുക്കിത് അഴിക്കണം പ്രിയപ്പെട്ടവരെ, ഇത് അഴിച്ചു കളയണം. നമുക്ക് എത്ര കുഞ്ഞുങ്ങൾക്കാണെന്നറിയോ മെൻ്റലി പ്രോബ്ലം? കേരളത്തിലായാലും നമ്മൾ വിദേശ രാജ്യത്തിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക് രാത്രി കിടന്ന ഉറക്കമില്ല. ഒരു മോള് മെൻ്റലി പ്രോബ്ലം. അങ്ങനെയാണ് എത്ര പ്രശ്നങ്ങളെന്നറിയോ. അടുത്ത ഒരു വീട്ടിൽ ചെന്നപ്പം ആ മാതാപിതാക്കൾ പറയുവാണ്, എൻ്റെ ബ്രദറെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ, സങ്കടക്കാരനോ എനിക്ക് വയ്യ, എൻ്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്തി താന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിനെ അറിയുമോ? സുവിശേഷം കേൾക്കാറുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഈ പാവങ്ങൾ ആകെ ഉള്ളത് റിലീജിയൻ ഫെയ്ത്താണ് ആകെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട്, വരും കാലങ്ങളിൽ, അവരുടെ കാലമല്ല, അപ്പോസ്തലന്മാരുടെ കാലമല്ല, വരും കാലങ്ങളിൽ എങ്ങനെയാണ്? ചിലർ കപടാത്മാക്കളിലും, കപടയാത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല, അവര് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ സിംറ്റംസ് ഒക്കെ ഇവർ കാണിച്ചാലും പരിശുദ്ധാത്മാവായിരിക്കത്തില്ല. കപടയാത്മാവിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന്, ശരിയായ വിശ്വാസത്തിൽ നിന്ന് ഇവർ മാറി നടക്കാൻ തുടങ്ങും. കറക്റ്റ് വിശ്വാസത്തിലല്ല, അതിൽ നിന്ന് ഇവർ വേറൊരു വിശ്വാസത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അതേപോലെ തന്നെ അടുത്തത് അപ്പോസ്തലിക ഉപദേശങ്ങൾ. നമ്മളെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശങ്ങളെല്ലാം വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ, വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ, വിഗ്രഹങ്ങളെ തുടരുത്, വിഗ്രഹങ്ങളെ പോലെയാണ് ദൈവമെന്ന് കരുതരുത്. ഇതെല്ലാം പൗലോസ് പറഞ്ഞതാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. പൗലോസ് എഴുതിയ ലേഖനം എഫേസോസിൽ എഴുതിയത് എന്താണ്? വിഗ്രഹത്തെ തൊട്ടുപോകരുത്, ഓടിയകലാൻ പറഞ്ഞു. അവരാരും ഒരു വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല, അവരാരും വിഗ്രഹത്തിന് ധൂപാർപ്പണം നടത്തിയിട്ടില്ല. പക്ഷേ റോമൻ സായിപ്പുമാർ
നമ്മളെ എന്ത് പറഞ്ഞു? വിഗ്രഹം വെക്കാൻ പറഞ്ഞു. അതിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥ ആളെയാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളെ ഡൈവേർട്ട് ചെയ്യിപ്പിച്ചു. യഥാർത്ഥത്തിൽ നേരത്തെ നിങ്ങൾ കേട്ട വചനത്തിൻ്റെ അകത്ത് അതിനെതിരെ പൗലോസ് പറയുന്ന ഒരു വചനം നിങ്ങൾ നേരത്തെ കേട്ടായിരുന്നു. ഏതായിരുന്നു? 2 കൊറിന്തോസ് 4:4. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 2 കൊറിന്തോസ് 4:4. വിഗ്രഹത്തിൻ്റെ ക്ലാസ് അല്ല എങ്കിലും ഞാൻ ഒന്ന് നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. ഒന്ന് വായിക്കാമോ നിങ്ങൾ? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെ കുറിച്ചല്ല. ഇവിടെ തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമല്ല, ദൈവത്തിന്റെ പ്രതിരൂപം എന്ന അതല്ല. 66 ദിവസം ഒന്ന് വായിക്കാമോ? അത് മലയാളത്തിൽ പുതിയ ഒരു നല്ലൊരു ലാംഗ്വേജ് കയറ്റി POCക്കാർ ചെയ്തേ ഉള്ളൂ. പ്രതിരൂപമല്ല, അതിൻ്റെ അകത്ത് ക്രിസ്തുവിന്റെ പ്രതിമ എന്നാണ്. അതാണ് കറക്റ്റ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് തന്നിരിക്കുന്ന പ്രതിമ സുവിശേഷമാണ്. ഹല്ലേലൂയ. വായിച്ചു നോക്കിക്കോ, ഇനി വായിച്ചു നോക്കിയോ. പ്രതിരൂപം എന്നുള്ളത് പ്രതിമയാക്കി വായിച്ചോ. ദൈവപ്രതിമയായ ഇംഗ്ലീഷ് എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾ. എന്താ പ്രതിരൂപം എന്നാണോ കിടക്കുന്നത്? POCയിൽ പ്രതിരൂപമാക്കിയതാ അവര്. ഇമേജാണ്. അതാണ് ഐക്കൺ എന്ന് പറയുന്നത്. സുവിശേഷമാണ്. വേറൊന്നും അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു ഐക്യം വേണോ? ക്രിസ്തുവിന്റെ ഐക്യം വേണോ? സുവിശേഷം നോക്കിയാൽ മതി. ഹല്ലേലൂയ. സുവിശേഷത്തിലാണ് ക്രിസ്തുവിന്റെ ഐക്യം. സുവിശേഷത്തെ നോക്കിയാൽ ദൈവത്തെ കാണും. ഇത് റോമൻ സാഹിബ് കബളിപ്പിച്ചിട്ട് സാത്താന്റെ ഉപദേശത്താൽ കളിമൺ പ്രതിമയെ ഉണ്ടാക്കി. ഞാൻ ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഒരു ധ്യാനത്തിന് വേണ്ടി, നമ്മുടെ ചെറിയവള്ളി അച്ഛൻ നടത്തുന്ന ഒരു ധ്യാനത്തിന് വേണ്ടി ഈ കൈ വിരിച്ചുള്ള ഈശോയെ വരച്ചത് ഞാനാണ്. ഞാൻ വരച്ച പടം, ഞാനൊരു 4-5 ദിവസം ഇരുന്ന് പാട്ടൊക്കെ, സിനിമാ പാട്ടൊക്കെ ഇട്ട് വരച്ച ഒരു പടം വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ അങ്ങനെ യേശുവിനെ ഞാൻ വരച്ചു കൊടുത്തു. യേശുവിനെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വരച്ച യേശു നല്ല സുന്ദരനായ ഒരു യേശുവായിരുന്നു. ഞാൻ കള്ളമല്ല പറയുന്നത്, ഞാൻ ആർട്ടിസ്റ്റാണ്. നിങ്ങളെ വേണമെങ്കിൽ ഞാൻ വരച്ചു തരാം, 5 മിനിറ്റ് എൻ്റെ മുമ്പ് ഇരുന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വരച്ചു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം, ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ വരച്ച എൻ്റെ യേശുവിനെ കാണാൻ എന്ത് രസമാണെന്നറിയോ. ഞാനിങ്ങനെ ഏറ്റവും ബാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്റ്റേജിൽ. ധ്യാനം കഴിഞ്ഞ് നോക്കിയപ്പം ക്യൂ ആയിട്ട് നിന്ന് ആ സ്റ്റേജിൽ കയറി ഞാൻ വരച്ച യേശുവിനെ എല്ലാവരും ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അന്ന് എൻ്റെ മനസ്സിൽ നൊമ്പരമുണ്ടായി. ഇത് ഞാൻ വരച്ച യേശുവല്ലേ, ഈ ജനം നോക്ക് എന്ത് മണ്ടന. എനിക്കതിനെ പോയി തൊടാൻ പറ്റുന്നില്ല, എനിക്കതിനെ ഉമ്മ വെക്കാൻ പറ്റുന്നില്ല. ചെറിയവള്ളച്ചൻ അഞ്ചൽ ചണ്ണപ്പേട്ടയിൽ നടത്തിയ ധ്യാനത്തിന് ഞാനാണ് വരച്ചത്, ഡ്രോയിങ് ചെയ്തത്. ഞാൻ യേശുവിനെ വരയ്ക്കുന്ന എനിക്കിതിനോടൊക്കെ ഇതായി മാറി. പിന്നെ ബൈബിൾ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, ഈ വിഗ്രഹത്തെ തൊട്ടാൽ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. യേശു ആരാധന. യഥാർത്ഥ യേശുവിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച എന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് അവരാരും യേശുവിൻ്റെ ഇമേജ് വെക്കാഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഫിലിപ്പി 1:9 പറയുന്നുണ്ട്, സ്നേഹം നമ്മളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതോടൊപ്പം നമുക്ക് വിവേകം വർദ്ധിക്കണം. ക്രിസ്തുവിനോട് സ്നേഹം വർദ്ധിക്കുന്നതിനോടൊപ്പം നമുക്ക് വിവേകം വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം തെറ്റിച്ചുകൊണ്ട് അവസാന നാളുകളിൽ ആൾക്കാർ വരുമെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ 20:30 പറയുന്നുണ്ട്. ആക്ട്സ് 20:30 അതിൽ പറയുകയാണ്, ഞങ്ങൾ പഠിപ്പിച്ചതിനെ ബിരുദമായി പഠിപ്പിച്ചുകൊണ്ട്. അതാണ്. ഒന്ന് വായിക്കാമോ നിങ്ങളൊന്ന്? ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുവാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. സത്യം യേശു പഠിപ്പിച്ചതാണ്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ് സത്യം. അതിനെ വളച്ചൊടിക്കും. അതിനെ വളച്ചൊടിച്ചിട്ട് പ്രസംഗിക്കുന്നവർ കടന്നു വരും. ഇതെല്ലാം ഞാൻ പറയുന്നത് പ്രസംഗത്തെക്കുറിച്ചും പുതിയ ഇന്നത്തെ കാലത്ത് വെളിപ്പെട്ട അനാവശ്യമായ ഈ ഡോക്ട്രിനുണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മുടെ സ്പിരിച്വൽ ബോഡിയെ ഇല്ലാതാക്കി നമ്മളെ നിരീശ്വരവാദിയാക്കി അവസാനം അത് മാറ്റും. നമുക്ക് വിശ്വാസം കാണത്തില്ല. ക്രിസ്തീയ സമൂഹത്തോട് തന്നെ നമുക്ക് വെറുപ്പുണ്ടാവും.
വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അത് കഴിയുമ്പോൾ എന്താണ് പറയുന്നത്? വായിച്ചേ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. കണ്ടോ, ഈ സഭയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. സഭയ്ക്കകത്ത് നിന്ന് തന്നെ വിപരീത ഉപദേശം പഠിപ്പിക്കുന്നവർ എഴുന്നേൽക്കും. ഒരിടത്തൊരു ബന്ധനം വഹിക്കുന്ന ഒരു ടീം, അവർ ഈ പിശാചു ബാധിതൻ്റെ തലയിൽ കൈ വെച്ചിട്ട് മാതാവിൻ്റെ നാമത്തിൽ പറയുന്നു, പോ പിശാചേ എന്ന് പറയും. എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ യേശുവിൽ നിന്നുള്ള സകലതും എടുത്തങ്ങ് മാറ്റുക. യേശുവിൻ്റെ നാമം അവർക്ക് പറയാൻ പറ്റുന്നില്ല, ഇച്ചീച്ചിയാണ്. യേശുവിൻ്റെ നാമം പറയുന്നത് ഇച്ചീച്ചിയാണ്. എല്ലാം മാതാവാണ്. മാതാവിൻ്റെ നാമത്തിൽ പറയുന്നു. പിശാച് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു. അതാണ് ആ ലെവലിലേക്ക് മാറി. ഈ ഇതിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് എന്താക്കി മാറ്റും? അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സത്യമുണ്ട്, ആ സത്യത്തിൽ നിന്ന് പുറത്തു ചാടും. അവിടെയാണ് നമ്മുടെ തലമുറ, നിങ്ങളുടെ തലമുറ പേഷ്യൻ്റാകും. നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹമില്ല. നിങ്ങളുടെ തലമുറ കീഴോട്ട് പോവുകയാണ്. നിങ്ങളുടെ തലമുറയ്ക്ക് രോഗശാന്തിയില്ല, നിങ്ങളുടെ തലമുറയ്ക്ക് സ്വസ്ഥതയില്ല, ഉറക്കം പോലുമില്ല. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഈ കുറച്ച് ധ്യാന ഗുരുക്കന്മാരുടെ മീറ്റിങ്, അതിൻ്റെ അകത്ത് ഫാസ്റ്റേഴ്സ് ഉണ്ട്, പല ധ്യാന ഗുരുക്കന്മാരുണ്ട്. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. എക്യുമിനിക്കലായിട്ടുള്ള മീറ്റിങ്ങാണ്. അതിലെല്ലാ പാസ്റ്റേഴ്സും പറയുവാണ്, ചെറുപ്പക്കാരില്ല, കുറച്ച് വയസ്സായ ആൾക്കാർ മാത്രമേ പള്ളിയിൽ വരുന്നുള്ളൂ. അവർ സങ്കടം പറയും, എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുവാണെന്ന് പറയാം. അപ്പോൾ ബാക്കി അടുത്ത ആൾ പറയുന്നു, അവിടെ ഇല്ല. അടുത്ത ആൾ പറയുന്നു, പ്രയർ ഗ്രൂപ്പിൽ ആളില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ചെറുപ്പക്കാരുണ്ട്, ഞങ്ങൾക്ക് പ്രയർ ഗ്രൂപ്പിൽ ആളുണ്ട്. ഞങ്ങളുടെ എല്ലാ പാറശാല മുതൽ മംഗലാപുരം വരെ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. എല്ലായിടവും നിറഞ്ഞു കവിഞ്ഞ ആളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെന്താ, എങ്ങനെയാണ്, നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നത് എന്താണോ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് അതേ പ്രസംഗിക്കൂ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സുവിശേഷകരാകണം, നിങ്ങൾ ക്രിസ്തുവിനെ കൊടുക്കണം. നിങ്ങളായിരിക്കുന്ന ജനിച്ച സഭ നിന്ന് മാറരുത്, അതിൽ തന്നെ നിൽക്കണം. നിന്നിട്ട് നിങ്ങൾ പേഴ്സണൽ നിങ്ങൾ സുവിശേഷകരായി മാറണം. ഇതാണ് ഞാൻ അന്നും പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, ഇതാണ് ഇന്നും പ്രസംഗിക്കുമ്പോൾ അതാ പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോലെ സുവിശേഷകരാകണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് റൂട്ട് കൊടുക്കുക. ദേശാധിപതി അവരിലേക്ക് കയറാതെ നിങ്ങൾ നോക്കണം. വ്യാജ സുവിശേഷം കയറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഒരു കാര്യവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കാതിരുന്ന് നോക്ക്. ടെസ്റ്റ് ചെയ്ത് നോക്ക്. വെറും 16 മാസം വരെ ടെസ്റ്റ് ചെയ്യുക. ബ്രദർ പറഞ്ഞതുപോലെ ഒന്ന് നോക്കാം, അവർക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ കണക്ക് ജീവിച്ചോ. അതായത് ഇത്ര വർഷം നിങ്ങൾ ജീവിച്ചിട്ട് വരാത്ത വ്യത്യാസം ഞാൻ ഉറപ്പ് പറയുന്നു 16 മാസം കൊണ്ടുവരും. ഞാൻ വാക്ക് തരികയാണ്. അപ്പോസ്തലന്മാർ ജീവിച്ച, അപ്പോസ്തലന്മാർ വിശ്വസിച്ച അതേ ഉപദേശം പിന്തുടരുക. അപ്പോഴേ അത് സംഭവിക്കത്തുള്ളെന്ന് ഞാൻ പറയുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കയറിയ അവിശ്വാസത്തിൻ്റെ സ്പിരിറ്റ് ഇങ്ങനെയാണ് കയറുന്നത്. പല കുട്ടികളെയും നമ്മൾ വിളിക്കുമ്പോൾ, മോനെ നിനക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. മോനെ നിനക്ക് യേശുവിലോ? കുറവാ ബ്രദറെ. ഇങ്ങനെ പറയുന്നൊരവസ്ഥ ഇന്ന് കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ ദേശാധിപതി വളർന്നുകൊണ്ടിരിക്കുക പുതിയ തലമുറയിൽ. അവരെ രക്ഷിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളിങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. നിങ്ങളൊന്ന് രംഗത്തിറങ്ങിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.